ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ പിള്ളേർക്ക് പഠിത്തമൊന്നുമില്ല. അപ്പോൾ ഞാൻ താമസിച്ചാണ് എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ ആദ്യം ഒന്ന് വന്നു, തലയൊക്കെ ഒന്ന് ചീകി പല്ലുമൊക്കെ തേച്ച് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഓർത്തെ കഴിഞ്ഞ ദിവസത്തെ അരച്ച മാവിരിപ്പുണ്ട്. അപ്പോൾ ദോശയും ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ചിരവയാട്ടോ ഇത് ഞാൻ ഇവിടെ റോജാൻ ഇവിടുത്തെ നമ്മുടെ ആശാരിമാരെ കൊണ്ട് പണിയിച്ചതാണ്. വെറൈറ്റി ആയിട്ടുള്ള ചിരവയാട്ടോ. കൊരണ്ടിയായിട്ട് വേണേൽ ഉപയോഗിക്കാം, ചിരവയായിട്ട് ഉപയോഗിക്കാം. ഭയങ്കര ഇതായിട്ടാണ്. അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ. നല്ലതായിരുന്നു. ഈ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് മാറ്റി ഉരുട്ടിയൊക്കെ ആയിട്ടത് കളഞ്ഞു. ഇവന്മാർ പിന്നെ അത് ഉരുട്ടിക്കൊണ്ട് നടക്കും. അപ്പോൾ ഞാൻ ഈ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ അടുക്കളയിൽ ഇട്ടേക്കുന്ന കേട്ടോ. എപ്പോഴും ഞങ്ങൾ തന്നെയുള്ളപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ മെയിൻ ഡൈനിങ് ടേബിളിലേക്ക് പോവുള്ളൂ. പിന്നെ ഈ അടുക്കളയൊന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ. 10-60 വർഷം 55-60 വർഷം പഴക്കമുള്ള വീടായത്. അതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഗ്ലാസ് പൊട്ടിയതും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നത്. പഴയ വീടെന്ന് പറഞ്ഞാൽ ഒത്തിരി അര നൂറ്റാണ്ട് പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഞാൻ രാവിലെ എന്നാൽ ചമ്മന്തി അരച്ചേക്കാമെന്ന് പറഞ്ഞ് തേങ്ങയൊക്കെ ചിരണ്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിയും തേങ്ങായും കൂടെ നന്നായിട്ട് ഉപ്പും കൂടെ മിക്സിക്കകത്തിട്ട് അരച്ചു. എന്നിട്ട് ഞാൻ എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അപ്പോൾ ഇതെങ്ങനെ പാൻ അടുപ്പേ വെച്ചു, നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു സ്പൂൺ എണ്ണ മതി, ഒത്തിരി ഒന്നും വേണ്ട. നമുക്ക് കുറച്ച് ചമ്മന്തിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ നീളത്തിലുള്ള ചമ്മന്തിയില്ലേ, അതാണ് ഞാൻ അരയ്ക്കുന്നത്. അപ്പം ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് പറ്റിച്ച് പെട്ടെന്ന് പണിയൊക്കെ ഒന്ന് തീർക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിന് അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കുഞ്ഞ് സ്പൂണിന് കടുക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ അതിനകത്തേക്ക് മുളക് പൊടി ഒരു ശകലം നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കും. അല്ല, ഞാൻ വറ്റൽമുളക് ചുട്ടൊന്നും അല്ല അരയ്ക്കുന്നത്, എളുപ്പത്തിനുള്ള ഒരു ചമ്മന്തി അരി കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്ത് കൊടുത്ത്, കറിവേപ്പിലയൊക്കെ അപ്പടിയും വെയിലായതുകൊണ്ട് ഇങ്ങനെ കറുത്ത് പോയി ഇച്ചിരി ഉള്ള പച്ചപ്പുള്ളത് ഞാൻ പോയി പറിച്ചെടുത്തുകൊണ്ട് വരും. അങ്ങനെ ഞാൻ അതിനിടയ്ക്ക് ഇവരെന്നോട് ഏതാണ്ടൊക്കെ ചോദിക്കുന്നുമുണ്ട്, പറയുന്നുമുണ്ട്. അതൊക്കെയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ആ ഓരോ പല കാര്യങ്ങൾക്ക് നമ്മൾ പോകുന്നതുകൊണ്ട്. അപ്പോൾ ഞാനിത് അങ്ങനെ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് എല്ലാം ടിന്നിനകത്ത് ഇങ്ങനെ എഴുതിച്ച് ഒട്ടിച്ച് വെക്കും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവർക്ക് എടുക്കണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്. അല്ലെങ്കിൽ എരിവുള്ളതും എരിവില്ലാത്തതും എല്ലാം കൂടെ ചേർക്കും. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നമ്മൾ അതിനകത്തേക്ക് ഒരു തുള്ളി മുളക് പൊടി ഇട്ട് മൂപ്പിച്ചു. ഒത്തിരി കരിഞ്ഞു പോകരുത്. നേരത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങായും ഇട്ട് ഇച്ചിരി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് ചാറാക്കി എടുക്കാം. നമുക്ക് ചൂടുവെള്ളമാണെങ്കിൽ ഇച്ചിരി നല്ലതാണ്. ഇന്നിപ്പം സമയമൊന്നും ഇല്ലായിരുന്നു, തിരക്കായതൊന്നും ചൂടുവെള്ളമൊന്നും എടുത്ത് വെച്ച് സാധാ വെള്ളം തന്നെ ഒഴിച്ച് അങ്ങോട്ട് അതിനകത്തേക്ക് ചാറാക്കി പെട്ടെന്ന് ചമ്മന്തി എടുത്തു. അപ്പോൾ പെട്ടെന്ന് ചമ്മന്തി അരയ്ക്കുവാണെങ്കിൽ ഞാനത് ഫിൽറ്ററിൽ നിന്ന് വെള്ളം പിടിക്കുന്ന കേട്ടോ. അങ്ങനെ പിടിച്ചെടുക്കുന്നത് നല്ല വെള്ളമാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചമ്മന്തി വെച്ചേക്കുവാണെങ്കിൽ പിന്നെ ഇവർക്ക് ദോശ ചൂടോടെ ചുട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇവർക്ക് നെയ് റോസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇവർക്ക് നെയ് റോസ്റ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം എല്ലാം നമ്മൾ ദോശ ഇച്ചിരി പരത്തി അതിനകത്ത് ഇച്ചിരി നെയ്യും കൂടെ തൂത്താൻ കൊടുക്കും. പിള്ളേരെ പറ്റിയിട്ടാണല്ലോ നമ്മുടെ മെയിൻ പണി. പിന്നെ അങ്ങനെ നമ്മുടെ ചമ്മന്തി അരയൊക്കെ കഴിഞ്ഞു. ചമ്മന്തി ഒത്തിരി അങ്ങ് തിളച്ച് വരരുത്. ചമ്മന്തി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടുമായിട്ട് വന്നാൽ അതിൽ ചമ്മന്തി ഒത്തിരി തിളച്ച് വരുമ്പോൾ നമ്മുടെ തേങ്ങ അങ്ങ് പിരിഞ്ഞ് പിച്ചിലും വെള്ളമായിട്ട് പോകും. അതുകൊണ്ട് അപ്പം അന്നേരത്തേക്ക് അവിടെ എല്ലാം വീണ് ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് ഞാൻ അന്നേരം വീഴുന്നൊക്കെ അന്നേരം ഉള്ളതെല്ലാം അങ്ങ് തുടച്ച് ഞാൻ എടുക്കും. അങ്ങനെ ചമ്മന്തി ഞാൻ അരച്ചെല്ലാം എടുത്ത് റെഡിയാക്കി ഊറ്റി വെച്ചു. നമ്മുടെ പാത്രം കൊണ്ട് നമ്മൾ സിങ്കിനകത്തിട്ടു. പിന്നെ ഞാനിതേ നമ്മുടെ മാവ് അരച്ച് വെച്ചിരുന്നായിരുന്നു. 2-3 ദിവസത്തേക്കുള്ള മാവ് വിധമാണ് ഞാൻ അരച്ച് വെക്കുന്നത്. അപ്പോൾ അത് അരച്ച് വെച്ചപ്പോൾ അത് ഫ്രിഡ്ജിനകത്തിരുന്ന് തന്നെ പുളിച്ച് ഇച്ചിരി ഇതായി വന്നു. അപ്പോൾ ഞാൻ പാത്രത്തിൽ ഇങ്ങനെയുള്ള സ്റ്റീലിൻ്റെ ചെറിയ പാത്രത്തിനകത്താട്ടോ ഞാൻ ഒഴിച്ചൊഴിച്ച് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ആൾ പല്ലുമൊക്കെ തേച്ച് വന്നു, ദോശയ്ക്കായിട്ട് വന്നു. അപ്പോൾ ഞാനിതേ ദോശ ഒരെണ്ണം ആദ്യത്തെ ഉണ്ടാക്കി. അപ്പോൾ അവർ രാവിലത്തെ പഠിത്തവും പഠിപ്പീരും ഭയങ്കര പരിപാടിയാണ് അവരവിടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുവാണ്, ഇങ്ങോട്ട് വരില്ല, എന്നെ ശല്യപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം കേട്ടോ വരാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ 2 പാത്രമൊക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചായ എടുത്ത് വെച്ചത് ആറി തണുത്താതൊന്ന് കുടിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ പരിപാടി ഇങ്ങനെയൊക്കെ ആണല്ലോ. നമ്മൾ പല കാര്യങ്ങൾക്കിടയ്ക്കാണ് നമ്മുടെ ചായ കൂടിയും എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുന്നത്. അങ്ങനെ ഞാൻ ആ ദോശയൊന്ന് മറിച്ചും തിരിച്ചു വിട്ടിട്ട് നല്ലപോലെ മൊരിയണം ഇവർക്ക്. അപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു ശകലം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും. ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബട്ടർ കൊടുക്കും, ഇല്ലെങ്കിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അന്നേരത്തേക്ക് നമ്മുടെ റോയിജാൻ ഇവിടെ കുറേ ഇവന്മാരുടെ മരുന്ന് കുറേ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പോയ പാത്രം ഇതെല്ലാം കൂടെ ഈ ഗുളികയുടെയൊക്കെ കൂടെ അതെല്ലാം കൂടെ എടുത്ത് കളയാനായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് വെച്ച് ആവശ്യമുള്ള എല്ലാം കൂടെ എടുത്ത്
കളഞ്ഞ് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് എല്ലാവരും എഴുന്നേറ്റ് വരുന്ന പടിയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾക്ക് പിന്നെ ഞാൻ 3 കുഞ്ഞു കുട്ടി ദോശയായിട്ട് ഒരു പാത്രത്തിൽ 3 എണ്ണമായിട്ട് ചുടാമല്ലോ, അപ്പോൾ നമുക്ക് എളുപ്പമാണ്. ഞങ്ങൾക്ക് 6 ദോശ മതി. അപ്പം ഞങ്ങളങ്ങനെ അത് ചുട്ട് ഞാനും എടുത്തു. അപ്പോൾ അങ്ങനെ രാവിലത്തെ പണിയപ്പോൾ റോജാന് ഇപ്പം ഒരു മരിച്ചിടക്കുണ്ട്, അതിന് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അകത്തോട്ട് പോയി. പിള്ളേർ കഴിപ്പെല്ലാം കഴിഞ്ഞ് ചുവമാരി ചിരവേലിരുന്ന് ഭയങ്കര ചിരണ്ടും കാര്യങ്ങളുമൊക്കെയാണ്. അപ്പം ഞാൻ ചോറ് മാത്രം ഞാൻ വെക്കുന്നത് വിറകടുപ്പയിലാണ്, അത് മൺകലത്തിലാണ് ഞാൻ വെക്കുന്നത്. മൺകലവും നമ്മുടെ ചിരട്ടത്തവിയാണ്. അപ്പം ഇത് ഞാനങ്ങനെ അടുപ്പൊക്കെ അപ്പടി ഈ പഴയ കാലത്തെ അടുപ്പാണ്, അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് കാണാനൊന്നും ഉള്ളതൊന്നുമില്ല, അതൊക്കെ അപ്പടി പോയി കിടക്കുന്നത്. നമ്മുടെ കഞ്ഞി മാത്രം വെക്കും ഞാൻ, 2 ദിവസത്തേക്കുള്ള ചോറൊന്നിച്ച് വെക്കും. എന്നിട്ട് നാളെ ആ ചോറ് തിളപ്പിച്ച് ഊറ്റുള്ളൂ. അങ്ങനെ ഒന്നരാടമാണ് ഞാൻ ചോറ് വെക്കുന്നത്. മൺകലത്തിൽ വെക്കും, അപ്പോൾ വളിച്ച് പോകുമൊന്നുമില്ല. അപ്പോൾ ഇതേ ഞാൻ അങ്ങനെ കഴിക്കാനായിട്ട് അരി ഇട്ടിട്ട് വെള്ളം വെച്ച് തിളച്ചു. അരി ഇട്ടേച്ചെന്നാൽ കഴിച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ റോജാനെ വിളിച്ചു. അപ്പോഴത്തേക്ക് ഒരുങ്ങാനായിട്ട് പോയതാണ്. അപ്പം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിന്ന് കഴിച്ചേക്കുവാന്നും പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദോശ കഴിക്കുവാണേ. അപ്പോൾ ഇവർ കഴിച്ചേച്ച് പോയതാണ്. അപ്പോൾ ഇവർ പിന്നെ അവിടെ വന്ന് എന്നോട് വർത്തമാനം പറയാനായിട്ട് വന്നിരിക്കുകയാണ്. പഠിത്തമില്ലെങ്കിൽ എനിക്ക് ഇതാണ് പരിപാടി, എപ്പോഴും സംശയങ്ങളും കാര്യങ്ങളും ഉള്ളു ഇവർക്ക് ചോദിക്കാനായിട്ട്. അങ്ങനെ രണ്ടുപേരുടെ അവിടെ വന്നിരുന്നു, വർത്തമാനം എല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് റോജാൻ വരുന്നുണ്ട്. ഡ്രസ്സും ഒക്കെ മാറാനായിട്ട് വന്ന് അവിടെ നിന്നുകൊണ്ട് ഡ്രസ്സ് മാറി ഷർട്ടൊക്കെ ഇട്ട് പോകാൻ സമയം പോയപ്പോൾ 10 മണിക്കെങ്ങാണ്ടാണ് ബോഡി കാണാൻ പോകേണ്ടത്. അപ്പോൾ അതിന് സമയം പോയ നേരത്തേക്ക് അതിന് ഓടി ഉള്ള വരവാണ് വരുന്നത്. ഏതായാലും വന്നു, ഞങ്ങളുടെ കാപ്പി കുടിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഇന്നിപ്പോൾ ഒരു അടക്കമുണ്ട്, നാളെ റോജാൻ്റെ ഒരു കസിൻ്റെ അടക്കമുണ്ട്. അപ്പം നാളെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, പിള്ളേരെ വിട്ടിട്ട് നമുക്ക് പോകാം. അപ്പോൾ 12 മണിക്കാണ് അടക്കമെന്നൊക്കെ പറഞ്ഞ് ആ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇരുന്ന് റോജാൻ പോയി. ഞാൻ ഇന്നത്തെ ഉച്ചക്കത്തേക്ക് ഒരു ക്യാബേജ് തോരനും ഒരു മീൻ കറി ആക്കാം എന്നോർത്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ് 2 ആഴ്ചയായി ഞാൻ ക്യാബേജിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ട് ഞാനിങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുവേ ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ പിന്നെ പച്ചക്കറി അത്ര അങ്ങനെ കേടായി ചള്ളായി പോകുമൊന്നുമില്ല. അപ്പം ഞാനിത് അങ്ങനെ അതെല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കിയെടുത്ത് അവിടെ അതിൻ്റെ നമ്മളല്ലെങ്കിൽ ഈ ക്യാബേജിനകത്ത് ഇങ്ങനെ അഴുക്കും പുഴുവൊക്കെ കാണും. ഞാനപ്പോൾ അതിൻ്റെ അല്ലി എല്ലാം അടത്തി ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ട് ഒരു 1/2 മണിക്കൂർ വെച്ചേക്കുവേ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, മീനും എടുത്ത് വെള്ളത്തിലിട്ടു. പിന്നെ പ്രില്ല് തീർന്നപ്പോൾ കുപ്പിയൊക്കെ എടുത്തങ്ങ് മാറ്റി വെച്ചേച്ച് എല്ലാം ഒന്ന് തുടച്ച് പെറുക്കി എടുത്ത് വെച്ചേച്ച് ഞാൻ വീണ്ടും ക്യാബേജ് എല്ലാം കൂടെ കൊണ്ടുവന്ന് അരിയാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ ക്യാബേജിൻ്റെ കൂടെ ഞാൻ ഇടുന്നത് ഒരു പച്ചമുളകും ഒരു സവോളയും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും തേങ്ങായും ഉപ്പും ഇച്ചിരി കരിയാപ്പിലയും കൂടെ നന്നായിട്ടങ്ങ് ഞെരടി ഏച്ചാണ് ഞാൻ ക്യാബേജ് തോരൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ പെരയ്ക്കകത്തിരുന്ന് മടുത്തു, ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഞാനങ്ങനെ ഫാനൊക്കെ ഇട്ടാലും ഭയങ്കര ചൂട്, അടുക്കളയ്ക്കകത്ത് ഞാൻ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങാമല്ലോ, ഒരു ശകലം ശുദ്ധവായു കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനൊന്ന് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഇതേ മുറ്റത്ത് നിറച്ച് മാങ്ങ ചാടിക്കിടക്കുന്നു, കണ്ണിമാങ്ങ ചാടിക്കിടക്കുന്നു. അപ്പം ഞാൻ ആ സ്റ്റെയറിൽ പോയിരുന്നുകൊണ്ട് ഒരെണ്ണം എടുത്ത് കഴിച്ചു. അതിലെ പട്ടി നമ്മുടെ ഡോറ ചത്തുപോയി, അല്ലെങ്കിൽ ഡോറ ഉണ്ടെങ്കിൽ ഞാൻ അതിനോട് വർത്താനം പറഞ്ഞ് അവിടെ പോയി നിൽക്കും. അപ്പോൾ ഇങ്ങനെ കൂട്ടിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നൊരു കണ്ണിമാങ്ങ ഒക്കെ കഴിച്ചപ്പോൾ കുഞ്ഞിലത്തെ ആ നൊസ്റ്റാൾജി ഓർമ്മ ഇങ്ങനെ മനസ്സിലേക്ക് വരും. ഉപ്പും മുളകും ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ണിമാങ്ങ പെറുക്കി ഉള്ളിയും മുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് കഴിക്കും, കൂട്ടുകാരെല്ലാം കൂടി അതിലൊക്കത്തുള്ള പിള്ളേരെല്ലാം കൂടെ കൂടിയിരുന്ന് കഴിക്കുന്ന ആ ഒരു ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഓർത്ത് തന്നെ അവിടെ ഇരുന്ന് കഴിച്ച്. ഇന്നത്തെ പിള്ളേർക്ക് അതോട്ട് അറിയത്തുമില്ല, അതിന് നേരവും ഇല്ലല്ലോ. ഞാനിങ്ങനെ ഡോറയുടെ കൂട്ടിലേക്ക് നോക്കി എനിക്ക് ഭയങ്കര സങ്കടം വന്നു. 1 മാസമായി നമ്മുടെ ഡോറ ചത്തുപോയിട്ട്. എന്നാ ഒരു സ്നേഹമുള്ളൊരു പട്ടിക്കുഞ്ഞായിരുന്നു അറിയാമോ, പട്ടി ആയിരുന്നു. ഞാനൊരു കുറച്ച് ദിവസം എടുത്തു അതിൽ നിന്ന് ഇതായി വരാനായിട്ട്. പിന്നെ ഞാനെന്നാൽ ഇനി തിരിച്ച് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ നടക്കണമല്ലോ എന്ന് ഓർത്ത് വീണ്ടും കയറിയേക്കാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ വന്ന് ഞാൻ പിന്നെയും ആ സിറ്റ് ഔട്ടിൽ വന്ന് അവിടെ അങ്ങ് ഇരുന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന നമ്മുടെ പഴയ കഴിഞ്ഞ വർഷത്തെ പുൽക്കൂടൊക്കെ, അതിനകത്ത് ഇപ്പോൾ നമ്മുടെ പിള്ളേർ വണ്ടിയൊക്കെ കൂടെ കയറ്റി വെച്ചേക്കുന്നതാണ്. ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ മാങ്ങ പല്ല് മുഴുവൻ പൊളിച്ചെൻ്റെ. അപ്പം എന്നാലും നമുക്ക് മാങ്ങ ഒരെണ്ണം കഴിക്കാതിരിക്കാൻ പറ്റിയല്ല. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് ഉമ്മമാരോട് വർത്താനമൊക്കെ പറഞ്ഞ് മാങ്ങ ഒരേറെ എറിഞ്ഞത് കറക്റ്റ് എൻ്റെ തലയിൽ തന്നെ വന്ന് വീണു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ ഇച്ചിരി നേരം കൂടി ഇരുന്ന് അവിടെ ഇരുന്ന് ഇച്ചിരി തണുപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് പിന്നെ പെരയ്ക്കകത്തോട്ട് കയറിപ്പോകാൻ തോന്നുമില്ല. ഏതായാലും കയറിപ്പോയല്ലേ പറ്റുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പെരയ്ക്കകത്തോട്ട് കയറി വന്നു. നമ്മുടെ ക്യാബേജ് തോരനുള്ള പരിപാടി, ക്യാബേജ് തോരനുള്ള ഇഞ്ചിയെല്ലാം അരിഞ്ഞ് വെക്കും. അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ചിരണ്ടി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ചിരണ്ടുമ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലങ്ങ് ചിരണ്ടി എടുത്ത് വെച്ചേക്കും. പിന്നെ അങ്ങനെയെല്ലാം അരിഞ്ഞ് ഇവന്മാരോടുള്ള വർത്തമാനമൊക്കെ പറയും. ഇവന്മാർക്ക് സംശയം തീരുകയില്ല. അപ്പം അവന്മാരെന്തെങ്കിലുമൊക്കെ ഞാനവിടെ നിൽക്കുമ്പോൾ എന്നോട് കിള്ളി ചോദിച്ചുകൊണ്ട് വരും. അപ്പം ഞാനങ്ങനെ ക്യാബേജ് തോരന് എല്ലാം റെഡിയാക്കി. അപ്പോഴത്തേക്ക് അവൻ കൊച്ച് ഐഫോണാണെന്നും പറഞ്ഞുകൊണ്ട് പേപ്പറെ വെട്ടി ബെഞ്ചമിൻ കൊണ്ടിരുന്നുണ്ട്, ഐഫോണാണെന്നും പറഞ്ഞു. ഞാൻ അതൊക്കെ ഏസൊക്കെ മൂളി തേങ്ങായും ഇട്ട് നല്ലപോലെ ഞെരടി നമ്മുടെ ക്യാബേജ് തോരൻ വെക്കാണ്ട്. വേറെ ഇവിടെ ചാറൊന്നും അങ്ങനെ ഒത്തിരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ.
ഇവിടെ അങ്ങനെ ചാറുകറി ഒഴിച്ചുള്ള ഒരു പരിപാടി ഇവിടെ ചാറുകറി വൈ കുറവാണ് തീരെ. വല്ല സാമ്പാറൊക്കെ ഇഡ്ഡലിക്കൊക്കെ വെച്ചെങ്കിൽ വെച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മീൻ കറി ഉണ്ടെങ്കിൽ ഒരു തോരനും കറിയും മതി ഞങ്ങൾക്ക്. അതിപ്പം ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും എന്താണെങ്കിലും പിന്നെ ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടിയോ ഉണ്ടെങ്കിൽ അത് ധാരാളം. അങ്ങനെ കറിയൊന്നും ഓവറായിട്ടുള്ള വെയ്യും ഞങ്ങൾക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ഒരു ദിവസം അതും കൊണ്ട് അങ്ങനെ അങ്ങ് പോവും. പിന്നെ അടുത്ത ദിവസമാണ് പിന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വിട്ട് കഴിഞ്ഞ് പിന്നെ ചുമ്മാ ഇരിക്കുകയാണ്. അല്ലെ എന്തെങ്കിലുമൊക്കെ തയ്ക്കണമെങ്കിൽ തയ്ക്കാൻ കാണും, അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ കാണും, അല്ലെ ചിലപ്പം വീഡിയോ എടുക്കുന്ന കാണും, അല്ലെ കുക്കിങ് വീഡിയോ എടുക്കുന്ന കാണും, അല്ലെ എഡിറ്റിങ് കാണും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സമയം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട്, ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് അങ്ങ് പോകും. പിന്നെ നമുക്ക് സമയമില്ല, നമ്മൾ ഡെയിലി ഒരു റൂട്ടീനായിട്ട് അങ്ങ് പോകുന്നതുകൊണ്ടേ. അങ്ങനെ എണ്ണയൊഴിച്ച് കടുകിട്ടു. അങ്ങനെ നമ്മുടെ ക്യാബേജ് നല്ലപോലെ അരിഞ്ഞ് വെച്ചത് ക്യാബേജും കൂടെ അതിനകത്തിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, വെള്ളമൊന്നും ഒട്ടും ഒഴിക്കണ്ട കേട്ടോ. ക്യാബേജിന് നല്ല ടീച്ചറെ ഇഞ്ചി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ക്യാബേജിൻ്റെ ഒരു കുത്തൽ മണം നമുക്ക് കാണുകയില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്തു. ഞാൻ ആ കലമൊക്കെ ഒന്ന് നമ്മുടെ മൺകലമല്ല, ഇച്ചിരി ഡേഞ്ചർ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വാർത്തില്ലേ പണി കിട്ടും. അങ്ങനെ ഭയങ്കരമായിട്ട് പോയി ശ്രദ്ധിച്ച് നിന്ന് നമ്മുടെ ചോറൊക്കെ ഒന്ന് വാർത്ത് തടയിലിട്ടിട്ട് ഞാനിതേ തിരിച്ച് നമ്മുടെ ക്യാബേജ് തോരനൊക്കെ അന്നേരത്തേക്ക് ക്യാബേജ് തോരൻ റെഡിയായി. ഞാനതൊരു പാത്രത്തിലേക്ക് ഞാൻ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ അത് പാത്രത്തിലേക്കാക്കി നമ്മുടെ ടേബിളിലേക്ക് എടുത്ത് വെച്ചേക്കും. എന്നിട്ട് ആ പാത്രം കഴുകി വെച്ചേക്കും. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒത്തിരി ഒന്നിച്ച് കഴുകാനായിട്ട് കാണുകയല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ക്യാബേജെല്ലാം തോരനെല്ലാം വിളമ്പി ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് മീൻ കറിയും കൂടെ വെക്കണം. അപ്പം വേറെ ചട്ടിയൊക്കെ ഞാൻ എടുത്തു വെച്ചു. മീൻ കറി വെക്കാനായിട്ട് ചട്ടി എടുത്തു വെച്ചു. ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകും ഉലുവായും അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ സാധാരണ ഞാൻ മീൻ കറിക്കകത്തൊക്കെ വെക്കുമ്പോൾ പറയുന്ന പോലെ തന്നെ ഞാൻ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 സ്പൂൺ എരിവുള്ള മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ഭയങ്കര കുത്തലായതുകൊണ്ടാണ് കേട്ടോ 1/4 സ്പൂൺ ആക്കുന്നത്. അത് രണ്ടും കൂടെ ഞാൻ ഒന്ന് ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിനകത്തേക്ക് ഇട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് വരണ്ട് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ മീനകത്ത് നമ്മുടെ മസാല മുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് അതുകൂടെ എണ്ണയ്ക്കകത്തിട്ട് എണ്ണയൊന്ന് തെളിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും പുളിയും ഉപ്പും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് വെച്ചു. ആ വെള്ളം അങ്ങ് തിളച്ച് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് റിച്ചിക്കൂട്ടൻ ദാഹവും പരവേശമായിട്ട് വന്നിട്ട് ആ ഫിൽറ്ററിനകത്ത് ഡയറക്റ്റ് വെള്ളം കുടിക്കണം. അപ്പോൾ ഞാൻ അതിന് വഴക്കൊക്കെ പറഞ്ഞ് ഓടിച്ച്, നമുക്ക് ഈ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വായിലൊക്കെ നേരമുള്ളല്ലോ. അങ്ങനെ നമ്മുടെ മീൻ നല്ലപോലെ ചാറ് തിളച്ചു. ഇനിയിപ്പോൾ അതിനകത്തേക്ക് മീൻ കഷ്ണം എല്ലാം കേരമീനാണ് കേട്ടോ, ഒന്ന് എല്ലാം പെറുക്കിയിട്ടത് ഇന്നലെ മേടിച്ചെല്ലാം കഴുകി എടുത്ത് വെച്ചിരുന്നതാണ്. അതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇനിയെല്ലാം മീൻ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം അങ്ങനെ നമ്മുടെ മീൻ കറിയും ക്യാബേജ് തോരനും എല്ലാം റെഡിയായി. അന്നേരത്തേക്ക് 1:30 സമയം. അന്നേരത്തേക്ക് ഞാൻ എല്ലാവർക്കും ചോറ് വിളമ്പി വെച്ചിട്ട് ഞാൻ എല്ലാവരെയും അവിടെ നിന്ന് മാറി മാറി വിളിക്കുവാണ്. അപ്പം ഒരാൾ റോജാൻ ഉറങ്ങുന്നു, പിള്ളേരവിടെ ഇരുന്നുകൊണ്ട് വരയ്ക്കുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുന്നു. ഇവരാരും വരുന്നില്ല. ഞാൻ പറഞ്ഞ് ഞാൻ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വേണ്ടിയവരൊക്കെ വന്നുണ്ട്, ഞാൻ ഏതായാലും ഉണ്ണാൻ പോകുകയെന്നും പറഞ്ഞ് ഞാൻ ആദ്യമേ ചോറുണ്ണാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ണാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പയ്യെ വരാൻ തുടങ്ങി. അപ്പോൾ അവർക്കൊന്നും ഉണ്ണുന്നൊന്നും വീഡിയോയ്ക്കകത്ത് വരാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നുകൊണ്ട് അവർ വന്നില്ല. അങ്ങനെ ഞാനൊന്ന് കിടന്നുറങ്ങി. ഒരു 3:30 ആയപ്പോഴത്തേക്ക് വീണ്ടും റോജാൻ പറഞ്ഞു നമുക്ക് അപ്പുറേ പറമ്പിൽ പോകാം, ചക്ക പറിക്കാം. അപ്പോൾ നമുക്ക് വരുന്ന ദിവസം നമുക്ക് ഒരു അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ നമുക്ക് ഇച്ചിരി ചക്കയൊക്കെ വറുത്ത് കൊണ്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ചക്കയാണ് വറക്കാൻ. അപ്പോൾ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി. ഇതേ പറമ്പിലേക്ക് വഴി കൂടെ പോയാൽ വലിയ പാടാണ്, അതുകൊണ്ട് ഇച്ചിരി മേളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു കുറുക്ക് വഴി കൂടെ പോയി 2-3 ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വന്നിതേ റോജാൻ തന്നെ വെട്ടി. അപ്പോൾ ഏതായാലും എല്ലാം ഭാഗ്യം കൊണ്ട് എല്ലാം മൂത്തതായിരുന്നു കേട്ടോ. എല്ലാം തന്നെ അവിടെ ഇരുന്ന് വെട്ടുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തേക്ക് ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ എനിക്ക് നാളെയായിട്ടുള്ള പണി, എനിക്ക് വെള്ളിയാഴ്ചയാണ് പോകേണ്ടത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.